എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഇന്ദുസ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എരിവിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് കട്ടൻ ചായയും കൂടെ ആയപ്പം നല്ല രുചിയായി. ഞാനിന്ന് ഉണ്ടാക്കിയ വിഭവമാണ് ഇപ്പോൾ കഴിച്ചത്. അതേക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ മുളപ്പിച്ചെടുത്ത ചെറുപയർ ഞാൻ ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ടതാണ്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അതെടുത്ത് അരക്കുന്നത്. ഏകദേശം 24 മണിക്കൂർ വെള്ളത്തിലിട്ടപ്പോൾ അത് മുളച്ച് വന്നു. പിന്നെ ഓട്സ് അര ഗ്ലാസ് ഓട്സ്, ചെറിയ ഗ്ലാസ്സാണ്, അര ഗ്ലാസ്, ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് നേരം വെള്ളത്തിലിരിക്കണം എന്നൊന്നുമില്ല, ഒരു അരമണിക്കൂർ വെള്ളത്തിലിരുന്നാൽ മതി. ഈ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ്സാണ് ഞാൻ ചെറുപയർ മുളപ്പിക്കാനിട്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞുള്ളി, തീരെ ചെറിയ കുഞ്ഞുള്ളിയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതുപോലെ കാന്താരി മുളകൊക്കെ ആണെങ്കിൽ എരിവിനനുസരിച്ച് അതെടുക്കാം. അത് എരിവിലുപരി ഒരു ഫ്ലേവറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഓട്സ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. കൂടുതൽ വെള്ളത്തിൽ, അത് ജസ്റ്റ് ഒന്ന് കുതിരാൻ മാത്രമുള്ള വെള്ളം മതി, കൂടുതൽ വെള്ളത്തിൽ ഇടണ്ട. കാരണം നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയുന്നില്ലല്ലോ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കണം. അതായത് ഓട്സ് ഇതെല്ലാം കൂടെ എല്ലാം ഒന്നിച്ചിട്ടാൽ മതി. ഇപ്പം ഇത് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണെന്ന് പറഞ്ഞില്ലേ, 2 ടേബിൾ സ്പൂൺ ഓട്സ്, അര ഗ്ലാസ് ചെറുപയർ മുളപ്പിച്ചെടുത്തത്, പിന്നെ ആ കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടല്ലോ, അത് 3 ഒന്ന് നുറുക്കിയെടുത്താൽ നല്ലതായിരിക്കും. മിക്സിയുടെ ജാറിനായാലും അരക്കുമ്പോഴായാലും നന്നായി അരിഞ്ഞു കിട്ടാനും അതൊന്ന് നുറുക്കിയിട്ടാൽ നല്ലതായിരിക്കും. പിന്നെ ഈ ചെറുപയർ എല്ലാം കൂടെ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ വസ്തുവകളും നമുക്ക് അരച്ചെടുക്കാം. അതിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഒന്നിച്ചിട്ട് അരക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഓട്സ് കുതിർക്കാനിട്ട വെള്ളം ചേർത്താണ് അരക്കുന്നത്. ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ടില്ല. പിന്നെ ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതേതാണ്ട് അരിഞ്ഞിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഇത് ഭയങ്കര പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും കുറച്ചൊന്ന് അരിഞ്ഞ് തന്നെ വരണം. അപ്പോൾ അതിൽ വെള്ളം കുറവായിരുന്നു, തീരെ കുറവായിരുന്നു. അത് അരിഞ്ഞ് കിട്ടണമെങ്കിൽ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ പാകം. കാരണം നമ്മൾ ഉഴുന്ന് ദോശയോ അല്ലെങ്കിൽ അരിദോശയൊക്കെ ഉണ്ടാക്കുന്ന പാകത്തിലാവരുത്, കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിരിക്കണം. ഇപ്പോൾ മിക്സിയുടെ ജാറ് ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും മിക്സിയുടെ ജാറിൽ ഇതിൽ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. വളരെ കുറച്ച് വെള്ളം, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും, അത്രയും എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച്, അത് നോക്കി ഒഴിക്കാൻ പാടുള്ളൂ. കാരണം കൂടുതൽ അയഞ്ഞ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇനി വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇത് ഫെർമെൻറ്റൈസ് ചെയ്യൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാൻ ഇപ്പം തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഒരുപാട് സമയം വെക്കുകയൊന്നും വേണ്ട. നേരെ കല്ല് ചൂടായി വന്ന കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് രാവിലെ തന്നെ അരച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണിത്. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ മുളപ്പിച്ച് അരച്ചു എന്നേ ഉള്ളൂ. മുളപ്പിച്ച് അരക്കണമെന്ന് നിർബന്ധമില്ല. കുതിർത്ത ശേഷം ഒരു 3-4 മണിക്കൂർ കുതിർത്ത ശേഷം ഈ ചെറുപയർ അരച്ചും ഇതുപോലെ ദോശ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ വളരെ ശ്രദ്ധ വേണ്ടുന്നൊരു വിഭവമാണ് ഇത്. നല്ല പോലെ ശ്രദ്ധ വേണം. നമ്മൾ ഒന്ന് കൈവിട്ട് പോയാൽ ഇത് ദോശ നന്നായി വരില്ല. പിന്നെ ഇപ്പോൾ ഈ കല്ല് ചൂടാവുന്നതും വളരെ ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക്, അതേത് ദോശ ഉണ്ടാക്കുമ്പോഴായാലും അങ്ങനെ തന്നെ
കല്ല് കൂടുതൽ ചൂടായി പോയാൽ കല്ലിൽ ദോശ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിൽ ബുദ്ധിമുട്ടാണ്. പിന്നെ എണ്ണ ഒഴിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ ആവശ്യം ഇല്ലാത്തവർക്ക്, ഇപ്പോൾ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ, എണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ എണ്ണ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ലാതെ തന്നെ ഈ ദോശക്കല്ലിൽ ഇത് നന്നായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, ഹെൽത്തിയാണ് എന്നുള്ളതാണ്, ആർക്കും കഴിക്കാൻ പറ്റും. എത്ര അസുഖം, ഇപ്പം പ്രമേഹ രോഗമൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ വളരെ നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് തീരെ ഇല്ല, പ്രോട്ടീൻ ഉണ്ട് താനും. അപ്പോൾ രാത്രിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇനി ഇത് കഴിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ ചമ്മന്തി ഞാൻ മിക്സിയിലൊന്നും മറ്റൊരു പാത്രത്തിലേക്കൊന്നും ആക്കിയില്ല, മിക്സിയിൽ നിന്ന് തന്നെ നേരിട്ട് എടുക്കുവാണ്. അത്രയേ വേണ്ടൂ, അത്രയും. അപ്പം കഴിക്കാൻ പോകുന്നത് കണ്ടില്ലേ, ദോശയും ചമ്മന്തി, ചെറുപയർ ദോശയും ചമ്മന്തി. അപ്പം കട്ടൻ ചായയും ഉണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ നമുക്ക് കഴിച്ച് കിടന്നാൽ വളരെ നല്ലൊരു ഫീലുണ്ടാവും. കാരണം രാത്രിയിൽ നമ്മൾ 2 ദോശയൊക്കെയല്ലേ കഴിക്കുള്ളൂ. പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ്. ടേസ്റ്റി മാത്രമല്ല, ഹെൽത്തി ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ദോശയാണ്. അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.